Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ യുദ്ധം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത നാമങ്ങളും പ്രവാചകന്റെ രൂപം തുടങ്ങിയ വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര, പ്രവാചകന്റെ പിതൃവ്യന്മാർ, പ്രവാചകന്റെ പിതാമഹന്മാരെ കുറിച്ചിട്ടാണ്. ഞാൻ ആദ്യം ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ള വിഷയം, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നാലേ കാര്യം മനസ്സിലാകുള്ളൂ. കാരണം വലൈക്കും അസ്സലാം, കാരണം ഒരുപാട് ആളുകളുടെ പേരുകൾ എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ, അതേപോലെ തന്നെ അബ്ദുള്ളയുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ് തുടങ്ങിയ ആളുകളുടെയൊക്കെ ചരിത്രം നമ്മളിന്ന് പറയും. എല്ലാം മുഴുവനായിട്ട് പറയുന്നുള്ളതല്ല, കഴിവിന്റെ പരമാവധി സമയത്തിന്റെ ലഭിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വിശദീകരണം നമ്മൾ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആ പേരുകൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാലേ, ശരിക്കും ശ്രദ്ധിച്ചിരുന്നാലേ ഈ പറയുന്ന വിഷയങ്ങൾ അതിനോട് ചേർത്തി പറയുന്ന ബാക്കിയുള്ള വിഷയങ്ങളും കൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര എന്നുള്ളതാണ്. പ്രവാചകൻ
വലൈക്കും സലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അറബികളായ ആളുകളുടെ ചരിത്രം. അറബികൾ എന്ന് പറഞ്ഞാൽ അൽ അറബുൽ ബാഇദ, അതിനുശേഷം അൽ അറബുൽ ബാഖിയ, പിന്നീട് വന്നത് അൽ അറബുൽ ബാഖിയ രണ്ടായിട്ട് തരംതിരിക്കാം. അൽ അറബുൽ ആരിബ, അൽ അറബുൽ മുസ്തഅരിബ, അഥവാ കഹ്താനികളായ ആളുകളും അദ്നാനികളായ ആളുകളും. ഇത് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ സുദീർഘമായിട്ട് വിശദീകരിച്ചതാണ്. ആരാണ് ബാഇദയിലെ ആളുകൾ, ആരാണ് ബാഖിയ, ആരാണ് അദ്നാനികൾ, ആരാണ് കഹ്താനികൾ. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞൊരു പേരാണ് അദ്നാനികളായ ആളുകൾ. അഥവാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്നാൻ. ഇയാളിലേക്ക് ചേർത്തിട്ടാണ് അദ്നാനികളായ ആളുകൾ എന്ന് പറയാറുള്ളത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് അദ്നാൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. ഈ അദ്നാനിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21ാമത്തെ പിതാമഹനാണ്. പ്രവാചകന്റെ വാപ്പ, വല്യുപ്പാന്റെ ഉപ്പ, അങ്ങനെ പോവുകയാണെങ്കിൽ അദ്നാൻ എത്തുമ്പോഴേക്ക് 21 പിതാമഹന്മാരുണ്ടാകും. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊട്ടു മുമ്പുള്ള കാലത്ത് ജനിച്ച ആളാണ് അദ്നാൻ എന്ന് പറയുന്ന വ്യക്തി. അഥവാ ഈസാ നബിക്ക് മുമ്പ് ജനിച്ച ആളാണ്. ഈ അദ്നാനിന്റെ മകനായിരുന്നു മഅദ് എന്ന് പറയുന്ന വ്യക്തി. ഈ മഅദ് എന്ന് പറയുന്ന വ്യക്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമകാലികനായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം അദ്നാനികളായ ആളുകൾ. അദ്നാനികൾ എന്ന് പറഞ്ഞാല് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ വരുന്ന, അല്ലെങ്കിൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ വരുന്ന ഒരു മകനാണ് അദ്നാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21ാമത്തെ പിതാമഹനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തൊട്ട് മുമ്പുള്ള കാലത്ത് ജനിച്ച ഒരാളായിരുന്നു. അതേപോലെ ഈ അദ്നാനിന്റെ മകനാണ് മഅദ് എന്ന് പറയുന്ന വ്യക്തി. ഈ മഅദും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്. എന്തായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര പറയുമ്പോൾ 3 രൂപത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കാറുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര 3 രൂപത്തിൽ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെ, ഞാൻ പറഞ്ഞ അദ്നാൻ വരെ 21 പിതാമഹന്മാരുടെ സനദുകൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു നസബ് പണ്ഡിതന്മാർ പറയാറുണ്ട്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ്, ഖുസൈ, കിലാബ്, മുർറ, ഇൻഷാല്ലാഹ് വിശദീകരിക്കാം. അപ്പൊ റസൂലുള്ള മുതൽ അദ്നാൻ വരെയുള്ള ആ ഒരു പരമ്പര സ്വഹീഹായിട്ട് വന്നതാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ് റസൂലുള്ള മുതൽ അദ്നാൻ വരെയുള്ള ആളുകൾ അത് സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയും പരമ്പര വന്നിട്ടുണ്ട്, നസബ് വന്നിട്ടുണ്ട്. പക്ഷേ പല പണ്ഡിതന്മാരും അതിന് വിശദീകരിച്ച് പറഞ്ഞത് അതിൽ ചില ദുർഫുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില ദുർബലതകളുണ്ട്. ഇപ്പോ മഹാനായ ഇമാം തുബരി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹിയിൽ നിന്ന് അദ്നാൻ വരെ എത്ര പരമ്പര ഉണ്ട്, എത്ര പിതാമഹന്മാരുണ്ട്? 21. അദ്നാൻ മുതൽ ഇസ്മായിൽ നബി വരെ 7 പിതാമഹന്മാരുണ്ട്. പക്ഷെ അവർ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് നമുക്ക് അറിയപ്പെട്ടിട്ടില്ല. ഇപ്പൊ സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? റസൂലുള്ള മുതൽ അദ്നാൻ വരെയുള്ള 21 പിതാമഹന്മാരാണ്. രണ്ടാമത്തെ രീതി അല്ലെങ്കിൽ രണ്ടാമത്തെ പരമ്പരയായി വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇസ്മായിൽ നബി വരെ. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, പക്ഷെ അതിൽ ചില റൂഫുകൾ പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ തീരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് മൂന്നാമത്തത്. ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദം നബി വരെ എത്തുന്ന നസബുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ സ്വഹീഹായിട്ട് വന്നത് നമുക്ക് സ്വീകാര്യ യോഗ്യമാകാൻ കഴിയുന്ന വിഷയങ്ങൾ ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെ, അഥവാ റസൂലുള്ളാഹിന്റെ 21ാമത്തെ പിതാമഹനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് ജനിച്ച ഈ അദ്നാനിന്റെ മകൻ മഅദ് ഈസാ നബിന്റെ സമകാലികനാണ്, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ്. ഈ ഒരു പരമ്പര വരെ നമുക്ക് സ്വഹീഹായിട്ട് കാണാൻ കഴിയും. അപ്പോ പ്രവാചകൻ മുതൽ 21 ആളുകൾ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്നാൻ വരെ 21 പിതാമഹന്മാരാണ്.
ആരൊക്കെയാണ് ആ 21 ആളുകൾ? 21 ആളുകൾ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. പിന്നെ അബ്ദുള്ളാന്റെ ഉപ്പ നിങ്ങൾ കാണില്ലേ? അബ്ദുൽ മുത്തലിബ്. സ്ത്രീകൾക്ക് കാണില്ലേ? ഓക്കെ, അബ്ദുൽ മുത്തലിബ്. പിന്നെ ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറ, കഅബ്, ലുഅയ്, ഗാലിബ്, ഫിഹർ, മാലിക്, നദർ, കിനാന, ഖുസൈമ, മുദ്രിക, ഇല്യാസ്, മുദർ, നിസാർ, മഅദ്, അദ്നാൻ. ഇങ്ങനെ 21 പിതാമഹന്മാർ. ആര് മുതൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ 21 പിതാമഹന്മാരുടെ ആ ഒരു നസബാണ്, ആ ഒരു പരമ്പരയാണ് സ്വഹീഹായിട്ട് വന്നത്. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. ശരിക്കും ശ്രദ്ധിച്ചിരുന്നാലേ ഇന്നത്തെ ക്ലാസ് നമുക്ക് മനസ്സിലാകുള്ളൂ. കാരണം ഒരുപാട് ആളുകളുടെ പേര് ഞാൻ പറയും. അപ്പൊ 21 പിതാമഹന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര പറയുന്ന മറ്റൊരു ഹദീസ് കാണാൻ കഴിയും. പ്രവാചകൻ പറയാണ്, ഇമാം അൽബാനി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്നത്, അതേപോലെ തന്നെ ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഇന്നല്ലാഹ ഇസ്തഫാ മിൻ വലദി ഇബ്രാഹീമ ഇസ്മാഈൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹീമിന്റെ സന്തതികളിൽ ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. പിന്നെ വസ്തഫാ മിൻ വലദി ഇസ്മാഈല ബനി കിനാന. ഇസ്മായിൽ നബിയുടെ സന്തതികളിൽ നിന്ന് ബനു കിനാന എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ കിനാന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു. ആരാണ് കിനാന എന്ന് വിശദീകരിക്കാം. വസ്തഫ മിൻ ബനി കിനാന ഖുറൈശൻ. കിനാനയിൽ നിന്ന് ഖുറൈശികൾ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ഖുറൈശികളിൽ നിന്ന് ഹാഷിമിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, വസ്തഫാനി മിൻ ബനി ഹാഷിം. ഹാഷിമിൽ നിന്ന് അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ എങ്ങനെ പറഞ്ഞത്? ആദ്യം ഇബ്രാഹിം നബിയിൽ നിന്ന് എന്ത് ചെയ്തു? ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിയിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ഖുറൈശിനെ, ആ പേര് ഓർക്കണേ, കിനാനയിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശിനെ. ഖുറൈശിനെ തെരഞ്ഞെടുത്തു. ഖുറൈശിൽ നിന്ന് ഹാഷിമിനെ തെരഞ്ഞെടുത്തു. ഹാഷിമിൽ നിന്ന് എന്നെ. ആ എന്നെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയുന്ന ഇബ്രാഹിം നബിയെ കുറിച്ചും ഇസ്മായിൽ നബിയെ കുറിച്ചും നമുക്കറിയാം. എന്നാൽ ഇസ്മായിൽ നബിയിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കുന്നത്? ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ആരെ തെരഞ്ഞെടുക്കുന്നത്? കിനാന. ആരായിരുന്നു കിനാന? ഇവിടെ ചുവപ്പ് കളറിൽ കൊടുത്തിട്ടുണ്ടാകും. കിനാന എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14ാമത്തെ പിതാമഹനാണ് കിനാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14ാമത്തെ പിതാമഹനാണ് ആര്? കിനാന എന്ന് പറയുന്ന വ്യക്തി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്രാഹിം നബിയിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിയിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശിനെ. ഞാൻ നേരത്തെ റസൂലുള്ളാഹിന്റെ 21 പിതാമഹന്മാർ പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഖുറൈശി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുറൈശി എന്നുള്ള ആളുടെ പേരുകൾ കാണുന്നുണ്ടോ എവിടെയെങ്കിലും? അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, മുറ, കഅബ്, ലുഅയ്, ഗാലിബ്, ഫിഹർ, മാലിക്, നദർ, ഇതിലൊന്നും ഇല്ല, ഖുറൈശി എന്നില്ല. പക്ഷെ റസൂലുള്ളാഹി പറയാണ്, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശിനെ. അപ്പൊ ആരാണ് ഖുറൈശ് എന്ന് പറഞ്ഞാല്? ഖുറൈശ് എന്ന് പറഞ്ഞാല് ഫിഹിറാണ്. ഫിഹിറിന്റെ അപരനാമമാണ്. ഫിഹിറിന്റെ 2ാമത്തെ പേരാണെന്ത്? ഖുറൈശ് എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ 11ാമത്തെ പിതാമഹനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11ാമത്തെ പിതാമഹനാണ് ഫിഹിർ. ഈ ഫിഹിറിന്റെ മറ്റൊരു പേരാണെന്ത്? ഖുറൈശ് എന്നുള്ളത്. ഇനി ആ ഖുറൈശ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അതൊരു ഗോത്രമല്ല, ഒരു ഗോത്രത്തെ മാത്രം പറയുന്ന പേരല്ല ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ. ഏകദേശം 10ഓളം വ്യത്യസ്ത ഗോത്രങ്ങളുടെ സമുച്ചയമാണ് ഖുറൈശ് എന്ന് പറഞ്ഞാൽ. അഥവാ ബനു ഹാഷിം, ബനു ഉമയ്യ, ബനു മഖ്സൂം, ബനു സുഹ്റ, ബനു തയ്യിം എന്ന് തുടങ്ങുന്ന 10ഓളം വ്യത്യസ്ത ഗോത്രങ്ങൾ ചേർന്നതാണ് എന്ത്? ഖുറൈശി ഗോത്രം എന്ന് പറഞ്ഞാൽ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇബ്രാഹിം നബിയിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ കിനാനയെ തെരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ആരെ തെരഞ്ഞെടുത്തു? ഖുറൈശിനെ. അപ്പൊ ഖുറൈശ് ആരാണ്?
ഖുറൈശ് എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹിന്റെ 11ാമത്തെ പിതാമഹനായ 11ാമത്തെ വല്യുപ്പയായ ഫിഹിറിന്റെ മറ്റൊരു പേരാണ് ഖുറൈശ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറാന്റെ 214ാമത്തെ ആയത്തിൽ പറയാണ് വഅൻദിർ അശീറതകൽ അഖറബീൻ. റസൂലേ, നിന്റെ അടുത്തുള്ള ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ലമ്മാ നസലത് ഹാദിഹി ആയ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്തമഅ അന്നാസു ഇലൈഹി, പ്രവാചകൻ ഓരോ ജനങ്ങളെയും ഓരോ വിഭാഗം ആളുകളൊക്കെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചേർത്തി. അതേപോലെ തന്നെ പല ആളുകളുടെ അരികിലേക്കും റസൂലുള്ളാഹി ചെന്നിട്ട് അവരോട് താക്കീത് നടത്തുന്നുണ്ട്. അങ്ങനെ താക്കീത് നടത്തുന്ന സമയത്ത് റസൂലുള്ളാഹി വിളിച്ച പേരാണ് യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഹിർ. ഫിഹിറാണ് നമ്മുടെ ചർച്ച. യാ ബനി അബ്ദുൽ മുത്തലിബ്, യാ ബനി ഫിഹിർ, യാ ബനി അബ്ദി മനാഫ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും പണ്ട് കാലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനും ആളുകൾക്ക് വലിയ ഔദാര്യവാനായിരുന്നു ഫിഹിർ എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ഈ ഫിഹിറിന്റെ അപരനാമമാണ് അല്ലെങ്കിൽ മറ്റൊരു പേരാണെന്ത് ഖുറൈശ്. ഒന്നുകൂടി പറയാം. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ ആരെ തെരഞ്ഞെടുത്തു? കിനാനയെ തെരഞ്ഞെടുത്തു. കിനാനയുടെ സന്താന പരമ്പരയിൽ ഇങ്ങനെ പറഞ്ഞാലേ അവസാനത്തുമ്പോൾ മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ്. അപ്പോ കിനാനയുടെ സന്താന പരമ്പരയിൽ ആരെ തെരഞ്ഞെടുത്തു? ഫിഹിറിനെ. ഫിഹിറിന്റെ മറ്റൊരു പേരാണ് ഖുറൈശ്. ശരിക്ക് ഈ ഖുറൈശിന് രണ്ടർത്ഥമുണ്ട്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം കാണാൻ കഴിയും. കറശു എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കീഴടക്കി ചിഹ്ന ഭിന്നമായതിനെ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥം വരാറുണ്ട്. രണ്ടാമത്തത് കറശ എന്ന് പറഞ്ഞാൽ കടിക്കുക എന്നുള്ളതാണ്. ശരിക്ക് സ്രാവിന് അറബിയിൽ പറയാ കീർഷ് എന്നാണ്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയാണ് ഖുറൈശ് ഹിയല്ലത്തി തസ്കുറു ബഹറ ലദാ സുബിയത്ത് ഖുറൈശുൻ ഖുറൈശ. സ്രാവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. സ്രാവിന്റെ പ്രത്യേകത എന്താ? തടിച്ചതും മെലിഞ്ഞതുമായ എല്ലാ വസ്തുക്കളെയും സ്രാവ് വിഴുങ്ങും. അതേപോലെ തന്നെ ഖുറൈശികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഖുറൈശികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ സംഘമാകട്ടെ വലിയ സംഘമാകട്ടെ ഏത് സംഘത്തെയും കീഴടക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ഖുറൈശികളായ ആളുകൾക്കുണ്ട്. അപ്പോ ഖുറൈശ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് ഒരുമിച്ച് കൂട്ടി എന്നുള്ളതാണ്, ചിഹ്ന ഭിന്നമായതിനെ ഒരുമിച്ച് കൂട്ടി. രണ്ടാമത്തെ അർത്ഥം എന്താണ്? എല്ലാത്തിനെയും കീഴടക്കുക എന്നുള്ളൊരു അർത്ഥവും ഖുറൈശിന് കാണാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. എന്തായാലും അങ്ങനെ ഈ ഖുറൈശ് ഗോത്രത്തിലാണ് ആര് ജനിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഈ ഖുറൈശ് ഗോത്രത്തിലാണ് റസൂലുള്ളാഹി ജനിക്കുന്നത്. ഖുറൈശ് എന്നുള്ളത് ഫിഹിറിന്റെ മറ്റൊരു നാമമാണ്. സാമ്പത്തികമായ കാര്യം സൂചിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ. അഹ്ലുൽ ബൈത്തിന് എന്തുണ്ട്? അവർക്ക് കൊടുക്കേണ്ട ആദരവും അവർക്ക് കൊടുക്കേണ്ട മഹത്വവും ഓരോ വിശ്വാസിയും കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് വല്ലദീ നഫ്സി ബിയദിഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അന്നാസില മിൻ ഖറാബതി. എൻ്റെ കുടുംബത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്നുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് എൻ്റെ കുടുംബത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ജനിക്കുന്നത് ഏത് കുടുംബത്തിലാണ്? ഏത് ഗോത്രത്തിലാണ്? ഖുറൈശി ഗോത്രത്തിലാണ്. അപ്പൊ പ്രവാചക കുടുംബത്തിൽ ഇസ്ലാമിൽ പ്രത്യേക സ്ഥാനമുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസ് കാണാൻ കഴിയും അൽഅഇമ്മത്തു മിൻ ഖുറൈശ്, അഥവാ എന്റെ ഉമ്മത്തിലെ നേതാക്കൾ അത് ഖുറൈശികളാകണം എന്നുള്ളതാണ്. ഇസ്ലാമിക ഭരണകൂടത്തിലെ 4 ഖലീഫമാരുണ്ട്. ആരൊക്കെ? അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർ 4 പേരും ഖുറൈശികളാണ്. ഈ 4 ഖലീഫമാർക്ക് ശേഷം വന്ന ഉമവി ഭരണകൂടം അഥവാ ഇസ്ലാമിക ഭരണകൂടത്തിലെ 84 കൊല്ലം മുസ്ലിമീങ്ങളെ ഭരണം നടത്തിയ ഉമവി ഭരണകൂടത്തിലെ മുഴുവൻ ഭരണാധികാരികളും ഖുറൈശികളാണ്. യസീദ്, മുആവിയ, അബ്ദുൽ മലിക് ബിൻ മർവാൻ, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തുടങ്ങിയ ആളുകളൊക്കെ ഉമവി ഭരണകൂടത്തിലെ ഭരണാധികാരികളാണ്. അപ്പൊ അവരും ഖുറൈശികളായിരുന്നു. അതിനുശേഷം വന്ന ഉമവികൾക്ക് ശേഷം വന്ന അബ്ബാസികൾ, അബുൽ അബ്ബാസിനെ പോലെ, അബൂ ജഅഫർ മൻസൂറിനെ പോലെയുള്ള ആളുകളും ഖുറൈശികളാണ്. എന്തിനേറെ
സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരില്ലേ, 10 പേരുണ്ടാണ് റസൂലുള്ളാഹിന്റെ കുടുംബമായ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ ആ ശ്രേഷ്ഠത എന്നുള്ളത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് എന്തുണ്ട്? ശ്രേഷ്ഠത ഉണ്ട്. പക്ഷേ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഖീദയിൽ വിശ്വാസ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അതിന് തെറ്റിപ്പോയാലോ ഒരാൾ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബമാണ് അല്ലെങ്കിൽ ആ ഒരു ലേബലിൽ ഒരാൾക്കും സ്വർഗത്തിൽ കയറാൻ കഴിയില്ല. അവിടെ സ്വർഗത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പണിയെടുത്ത ആളുകൾക്ക് സ്വർഗം ലഭിക്കുള്ളൂ. അല്ലാതെ ഞാൻ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരനാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ പരമ്പരയിലുള്ള ആളാണ് എന്ന് കരുതിയിട്ട് ഒരാൾക്കും സ്വർഗം ലഭിക്കൂല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് എന്തുണ്ട്? പ്രത്യേകതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അത് നമ്മൾ കൊടുക്കുക വേണം. ആ കുടുംബത്തിന് ആദരവ് നൽകുക തന്നെ വേണം. പക്ഷെ അവർക്കുള്ള ആദരവ് എന്താണ്? അവർ ദീനിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ്. അത് തെറ്റിപ്പോകുമ്പോൾ അത് ഉണ്ടാകൂല എന്നുള്ളത് കൂടി അതിൽ ചേർത്ത് മനസ്സിലാക്കണം. എന്തായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ അള്ളാഹു ആരെ തെരഞ്ഞെടുത്തു? ഇസ്മായിൽ നബിയെയും, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ കിനാനയെയും, കിനാനയുടെ സന്താന പരമ്പരയിൽ ഖുറൈശിനെ. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹിന്റെ 11ാമത്തെ പിതാമഹനായ ഫിഹ്ർ. ഫിഹ്റിന്റെ മറ്റൊരു പേരാണ് ഖുറൈശ് എന്ന് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഈ മക്കയുടെ അധികാരം പണ്ട് കാലങ്ങളിൽ ഖുറൈശികളുടെ കയ്യിലായിരുന്നില്ല. പണ്ട് മക്കയുടെ അധികാരം ഖുറൈശികളുടെ കയ്യിലായിരുന്നില്ല. അന്ന് ആ കാലഘട്ടത്തിൽ മക്കയുടെ അധികാരം ഖുസാ ഗോത്രത്തിന്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടോ? ഖുസാ ഗോത്രം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉത്തരം പറയാം? അതിന് മുമ്പ് പറഞ്ഞതാണ്. ഖുസാ ഗോത്രത്തിന്റെ കയ്യിലായിരുന്നു മക്കയുടെ അധികാരം. അത് നമ്മൾ ഒന്നുകൂടി പണ്ടത്തെ ക്ലാസ്സിലേക്ക് പോയാല് അള്ളാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി ഭാര്യയായ ഹാജറയെയും മകനായ ഇസ്മായിലിനെയും എവിടെ കൊണ്ടുവന്നാക്കി? മക്കയിൽ കൊണ്ടുവന്നാക്കി. ഇബ്രാഹിം നബി തിരിച്ചുപോയി. ശരിക്കും ശ്രദ്ധിക്കണേ. ഇബ്രാഹിം നബി ഭാര്യയായ ഹാജറയെയും മകനായ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുവന്നാക്കി. ഇബ്രാഹിം നബി തിരിച്ചുപോയി. ഇബ്രാഹിം നബി തിരിച്ചു പോയ സമയത്ത് പിന്നീട് അവിടുന്ന് സംസം വെള്ളം കിട്ടി. ആ ഒരു സമയത്താണ് ജുർഹും ഗോത്രം മക്കയിലേക്ക് വരുന്നത്. ജുർഹും ഗോത്രം വന്ന് പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജുർഹും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഇസ്മായിൽ നബിയുടെ കാലത്തിന് ശേഷം ജുർഹും ഗോത്രത്തിലെ ആളുകൾ വളരെ മോശപ്പെട്ട ഭരണം നടത്തി. അവർ വളരെ മോശപ്പെട്ട, അഥവാ ഹാജിമാരുടെ സമ്പത്ത് മോഷ്ടിച്ചിട്ടും അവരെ കൊള്ളയടിച്ചിട്ടൊക്കെ എല്ലാ തോന്നിവാസങ്ങളും അവർ ചെയ്തു. ആ ഒരു സമയത്താണ് ഖുസാ ഗോത്രം അവിടേക്ക് വരുന്നതും ജുർഹും ഗോത്രത്തെ കീഴടക്കുന്നതും. അങ്ങനെ ഈ ഖുസാ ഗോത്രത്തിലെ ആളാണ് അംറു ബിൻ ലുഹൈ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി കൊണ്ട് മക്കയിൽ അല്ലെങ്കിൽ അറേബ്യയിൽ വിഗ്ര ആരാധന ആരംഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്ന് ഈ ജുർഹും ഗോത്രം പോയപ്പോ പിന്നീട് മക്കയുടെ അധികാരം ആരുടെ കയ്യിലാണ്? ഖുസാ ഗോത്രത്തിന്റെ കയ്യിലാണ്. ഈ ഖുസാ ഗോത്രത്തിന്റെ കയ്യിൽ നിന്ന് ഖുറൈശികളുടെ കയ്യിലേക്ക് മക്കയുടെ അധികാരം ലഭിക്കുന്നത് ഖുസയ്യ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പിതാമഹനിലൂടെയാണ്. മക്കയുടെ അധികാരം ഖുസാ ഗോത്രത്തിന്റെ കയ്യിലായിരുന്നു. ആ ഖുസാ ഗോത്രത്തിന്റെ കയ്യിൽ നിന്ന് മക്കയുടെ അധികാരം ഖുറൈശി ഗോത്രത്തിന് ലഭിക്കുന്നത് ആരിലൂടെയാണ്? ഖുസയ്യിലൂടെയാണ്. ഖുസൈ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5ാമത്തെ പിതാമഹനാണ്. അബ്ദുള്ള, ഹാഷിം, അബ്ദുമനാഫ്, ഖുസയ്യ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ 4ാമത്തെ പിതാമഹനാണ് ഖുസയ്യ് എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ഈ ഖുറൈശികളുടെ കൂട്ടത്തിലെ ഒരു ഹീറോ ആയിരുന്നു ഖുസൈ എന്ന് പറഞ്ഞാൽ. ഈ ഖുസയ്യ് ഖുസാ ഗോത്രത്തിൽ നിന്ന് എങ്ങനെയാണ് അധികാരം ഖുറൈശികളുടെ കയ്യിൽ കൊണ്ടുവരുന്നത്? അദ്ദേഹം ചെയ്ത ഒരു പണി എന്ന് പറഞ്ഞാല് ഖുസാ ഗോത്രത്തിന്റെ ആ കാലഘട്ടത്തിലെ നേതാവായിരുന്നു ഹുലൈൽ എന്ന് പറയുന്ന വ്യക്തി. ഈ ഹുലൈലിന്റെ മകളായ ഹുബ്ബ എന്ന് പറയുന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഹുബ്ബ ബിൻത് ഹുലൈൽ എന്നാണ് സ്ത്രീയുടെ പേര്. ഹുലൈൽ എന്ന് പറയുന്ന വ്യക്തി ഖുസാ ഗോത്രത്തിന്റെ ഭരണാധികാരിയാണ്. അയാളുടെ മകളാണ് ഹുബ്ബ എന്ന് പറയുന്ന സ്ത്രീ. ഇവളെ ആര് കല്യാണം കഴിച്ചു? ഈ സ്ത്രീ ആര് കല്യാണം കഴിച്ചു? ഖുസൈ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ പിതാമഹൻ കല്യാണം കഴിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ഖുസാ ഗോത്രത്തിൽ പിന്നെ പ്രത്യേക സ്ഥാനം ലഭിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് ഖുസാ ഗോത്രത്തിലെ നേതാവായ ഹുലൈൽ മരണപ്പെട്ടു. ഹുലൈൽ മരണപ്പെട്ട സമയത്ത് ഹുലൈലിന്റെ ആൺകുട്ടികൾക്ക്
ഒരു ഭരണപാഠവും ഒരാൾക്കുമില്ല. ഒരു ഭരണാധികാരി ആയിക്കൊണ്ട് നിൽക്കാൻ പറ്റിയ ഒരു മോനും ആ കൂട്ടത്തിലില്ല. പിന്നീട് കുറച്ചേ കഴിവുള്ളതായിരിക്കാണ് മരുമകനായ മകളുടെ ഭർത്താവായ കുസയ്യിനാണ്. കുസയ്യി ഈ അവസരത്തെ ശരിക്കും ഉപയോഗപ്പെടുത്തി. കുസയ്യി മക്കയുടെ പുറത്തുണ്ടായിരുന്ന ഖുറൈശി ഗോത്രത്തിലെ മറ്റുള്ള ഗോത്രങ്ങൾ ചിഹ്ന ഭിന്നമായി കിടക്കായിരുന്നു. ആ ഗോത്രങ്ങളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഖുറൈശിന് രണ്ടു പേരുണ്ട്. ഒന്ന് ചിഹ്ന ഭിന്നമായതിനെ കൂട്ടിയവൻ എന്നുള്ള അർത്ഥം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വ്യത്യസ്തമായ നാടുകളിൽ ഖുറൈശി ഗോത്രത്തിലെ മറ്റുള്ള ആളുകൾ ചിഹ്ന ഭിന്നമായി കിടക്കായിരുന്നു. അവരെ എല്ലാവരെയും ഈ കുസയ്യ് എന്ത് ചെയ്തു? ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന് അവര് ഖുസാ ഗോത്രത്തെ അട്ടിമറിച്ച് ഭരണം ഖുറൈശികളായ ആളുകളുടെ കയ്യിലേക്ക് ലഭിച്ചു. അഥവാ ഖുസാ ഗോത്രം 300ഓളം വർഷം മക്ക ഭരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കുസയിലൂടെയാണ് പിന്നീട് മക്കയുടെ അധികാരം ഖുറൈശികളായ ആളുകൾക്ക് ലഭിക്കണം. ഈ കുസയ്യ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുസയ്യ് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൽ പെട്ടതാണ് കാബയുടെ വടക്ക് ഭാഗത്ത് അദ്ദേഹം ഒരു കേന്ദ്രം ഉണ്ടാക്കി. ആ കേന്ദ്രത്തിന് ഇട്ട പേരാണ് ദാറുൻ നദ്വ. അഥവാ ഖുറൈശികളുടെ ഒരു പാർലമെന്റ് പോലെ എന്ത് പ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ അതിനു വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കി. അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ അവിടെ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും കല്യാണം ഉണ്ടാക്കുന്ന സമയത്ത് ആ കല്യാണം അവിടെ വെച്ച് തീരുമാനിച്ചു. ആ കല്യാണം അവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഈ ദാറുൻ നദ്വ എന്ന് പറയുന്ന കേന്ദ്രത്തിലാണ്, കാബയുടെ വടക്ക് ഭാഗത്തുള്ള ദാറുൻ നദ്വ എന്ന് പറയുന്ന കേന്ദ്രത്തിലാണ് ഇതൊക്കെ നടന്നത്. ഇതിന് തുടക്കം കുറിച്ച വ്യക്തി ആരായിരുന്നു? റസൂലുള്ളാഹിന്റെ പിതാമഹനായ ഖുസൈ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഖുസൈനെ മക്കയിൽ അധികാരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഓരോ ഗോത്രത്തിനും ഓരോ ഡ്യൂട്ടി കൊടുത്തു. അവരോട് പറഞ്ഞു, ഹാജിമാർക്ക് ഇന്ന ഗോത്രം വെള്ളം കൊടുക്കണം, ഹാജിമാർക്ക് ഇന്ന ആളുകൾ ഭക്ഷണം കൊടുക്കണം, ഹാജിമാർക്ക് ഇന്ന ആളുകൾ സംരക്ഷണം കൊടുക്കണം. എന്നാൽ അവരുടെ കയ്യിൽ നിന്നൊരു നികുതി പോലും അദ്ദേഹം പിരിച്ച് സൗജന്യമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും സംരക്ഷണവും അവർ കൊടുത്തു എന്നുള്ളതും കൂടി കാണാൻ കഴിയും. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയം, ഈ ജുർഹും ഗോത്രം ഇവിടുന്ന് പോണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചത് ജുർഹും ഗോത്രത്തിൽ നിന്നാണ്. അവര് മക്ക വിട്ടു പോണ സമയത്ത് ഖുസാ ഗോത്രം മക്കയുടെ അധികാരം പിടിച്ചടക്കിയപ്പോ അവരെന്ത് ചെയ്തു? അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണവും വെള്ളിയൊക്കെ സംസം കിണറിലിട്ട് സംസം കിണറും മൂടി. അപ്പൊ സംസം എവിടെയാണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. അപ്പൊ ഈ കുസയ്യെ ഭരണം ഏറ്റെടുത്തപ്പോ സംസമില്ല. അപ്പൊ മക്കയുടെ വിദൂരയിലേക്ക് അല്ലെങ്കിൽ അതിർത്തിയുടെ ഭാഗത്ത് പോയി വെള്ളം ശേഖരിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? ഹാജിമാരായ ആളുകൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ ഏറെ സ്വീകാര്യനായി ആര് മാറി? കുസയ്യ് മാറി. കുസയ്യിന്റെ വാക്ക് എന്ന് പറഞ്ഞാല് അത് മതനിയമത്തെ പോലെ അവർ കണ്ടു. കുസയ്യിന്റെ വാക്ക് എന്ന് പറഞ്ഞാല് അതൊരു മതനിയമമാണ്. ആ രൂപത്തിൽ കുസയ്യിന് അവരെന്ത് ചെയ്തു? സ്ഥാനങ്ങൾ നൽകി. പിന്നീട് എന്ത് ചെയ്യാണ്? കുസയ്യ് മരണപ്പെടുകയാണ്. കുസയ്യ് മരണപ്പെടുന്നത് ഇന്ന് മക്കയുടെ ജന്നത്തു മഅല്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് കുസയ്യ് മരണപ്പെടുന്നത്. ആ ഒരു ഭാഗത്താണ് കുസയ്യിന്റെ ഖബറും എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും കുസയ്യിന്റെ കാലത്തിന് ശേഷം പിന്നീട് ഭരണം ഏറ്റെടുക്കുന്നത് കുസയ്യിന്റെ മകൻ അബ്ദു മനാഫാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. അപ്പൊ ഈ കുസയ്യിൽ എന്ന കുസയ്യിന്റെ മകനായ അബ്ദു മനാഫ് എന്ത് ചെയ്തു? ഭരണം ഏറ്റെടുത്തു. ഈ അബ്ദു മനാഫിന്റെ ശരിക്കുള്ള പേര് മുഗീറ എന്നായിരുന്നു. അതിസുന്ദരനായ വ്യക്തിയായിരുന്നു അബ്ദു മനാഫ് എന്ന് പറഞ്ഞാൽ. നല്ല ഭരണപാഠവുമുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരാളായിരുന്നു അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫ് നല്ല രൂപത്തിൽ തന്നെ ഭരണം നടത്തി. അബ്ദു മനാഫിന്റെ കാലത്തിന് ശേഷം അബ്ദു മനാഫിന്റെ മകനായ ഹാഷിം എന്ത് ചെയ്തു? ഭരണം ഏറ്റെടുത്തു. അബ്ദു മനാഫിന്റെ മകനായ ഹാഷിം. ആരാണ് ഹാഷിം? റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, മൂന്നാമത്തെ പിതാമഹനായ ഹാഷിം. നമ്മളിപ്പോ പറഞ്ഞു വന്നത് ചരിത്രം പറഞ്ഞത്. ആദ്യം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ആരെ തെരഞ്ഞെടുത്തു? ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ കിനാനയെ, കിനാനയുടെ സന്താന പരമ്പരയിൽ ഖുറൈശിനെ. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ആരുടെ പേരാണ്? ഫിഹിറിന്റെ പേരാണ്. ആ ഫിഹിറിന് ശേഷം പിന്നീട് നമ്മൾ പറഞ്ഞു മക്കയുടെ അധികാരം ഖുറൈശികൾക്കല്ല, ആ സമയത്ത് ഖുസാ ഗോത്രത്തിനാണ്.
ആ ഖുസാ ഗോത്രത്തിൽ നിന്ന് മക്കൾ അധികാരം പിടിച്ചെടുക്കുന്നത് ആരാ? ഖുസൈയാണ്. ഖുസൈന്റെ കാലത്തിന് ശേഷം ഖുസൈന്റെ മകൻ അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ കാലത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ മൂന്നാമത്തെ പിതാമഹനായ ഹാഷിം എന്ന് പറയുന്ന വ്യക്തി. ഈ ഹാഷിമിന്റെ ശരിക്കുള്ള പേര് അംർ എന്നുള്ളതാണ്. അംർ എന്നായിരുന്നു ഹാഷിമിന്റെ യഥാർത്ഥ പേര്. പിന്നെ ഹാഷിം എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? അറബി ഭാഷയിൽ ഹഷമ എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഈ പൊടിച്ചു കൊടുക്കൂല, നുറുക്കി കൊടുക്കൂല, അതിനാണെന്ന് പറയാ ഹഷമ എന്ന് പറയാം. ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തി പിന്നെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് റൊട്ടി പൊടിച്ച് മാംസം ചേർത്തി ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബിരിയാണി ഒക്കെ പോലെയുള്ള ഒരു ഭക്ഷണം. അപ്പൊ ഈ റൊട്ടി പൊടിച്ച് മാംസം ചേർത്തി ഒരു പ്രത്യേക ഭക്ഷണം, അതിന് സരീദ് എന്ന് പറയാം. നമുക്ക് ഹദീസിൽ ആ വാക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ പറയാണ്, മറ്റുള്ള കറികളുടെ കൂട്ടത്തിൽ സരീദിന് എത്രത്തോളം പ്രത്യേകത ഉണ്ടോ അതുപോലെ പ്രത്യേകത ഉണ്ട് ബാക്കിയുള്ള ഭാര്യമാരുടെ കൂട്ടത്തിൽ ആയിഷക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തായാലും ഈ റൊട്ടിയും മാംസവും ചേർത്തി പ്രത്യേക ഒരു ഭക്ഷണമാണെന്ത് ഈ സരീദ് എന്ന് പറയുന്നത്. ഈ ഒരു ഭക്ഷണം ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യണം? സ്വന്തം കൈ കൊണ്ട് പൊടിച്ച് നുറുക്കി ആ ഭക്ഷണത്തിൽ പിന്നെ മാംസം ചേർത്തി ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അംർ എന്നുള്ള പേര് മാറ്റി അദ്ദേഹത്തിന് ഹാഷിം എന്നുള്ള പേര് നൽകണം. ഈ ഹാഷിം എന്നർത്ഥം പറഞ്ഞു ഖുസൈ പിന്നെ മക്കയിൽ അധികാരം പിടിച്ചെടുക്കുന്നത് ആരാ? ബനു ഖുസാ ഗോത്രത്തിൽ നിന്ന് ഖുസൈയാണ്. പക്ഷെ ഈ ഭരണം കിട്ടിയാൽ മാത്രം പോരാ, അവർക്ക് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകണം. ആ സാമ്പത്തിക ഭദ്രത മക്കയിൽ കൊണ്ടുവരുന്നത് ഈ ഹാഷിം ആയിരുന്നു. ഹാഷിം എന്ത് ചെയ്തു? നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പിന്നെ രണ്ട് യാത്രകളാണ് പറഞ്ഞത്. ഒന്ന് ശൈത്യകാലത്തെയും രണ്ട് ഉഷ്ണകാലത്തെയും രണ്ട് യാത്ര. ഈ രണ്ട് യാത്ര കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹാഷിം തണുപ്പുള്ള സമയത്ത് ശൈത്യകാലത്ത് മക്കയിലെ ആളുകളോട് യമനിലേക്ക് പോകാൻ പറയും. അഥവാ അന്ന് പിന്നെ യമനിന്റെ ഭാഗത്ത് എന്ത് ചെയ്യും? ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വരും, അവരുമായി കച്ചവടം നടത്തും. ഉഷ്ണകാലത്ത് എന്ത് ചെയ്യും? അവരോട് സിറിയന്റെ ഭാഗത്തേക്ക് പോകാൻ പറയും. ആ ഒരു സമയത്ത് പിന്നെ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ ആളുകൾ വരും, അവരുമായിട്ടൊക്കെ എന്ത് ചെയ്യും? ഇവര് കച്ചവടം നടത്തും. അങ്ങനെ മക്കയിലെ ആളുകൾക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നത് ഈ പിന്നെ ഹാഷിമായിരുന്നു. അതേപോലെ നമുക്ക് കാണാൻ കഴിയും, അവര് കൂടുതലായിട്ട് കയറ്റുമതി ചെയ്തിരുന്നത് കുന്തിരിക്കാണ്. ഇപ്പൊ ഇന്ന് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ വസ്തു ഓയിലാണ്. അന്ന് ആ കാലഘട്ടത്തിൽ സ്വർണത്തെക്കാൾ വില അവർ കൽപ്പിച്ചിരുന്നത് കുന്തിരിക്കാണ്. ആ ഒരു കുന്തിരിക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിന്നെ അവരുടെ ശൈത്യകാലത്തും ഉഷ്ണകാലത്തുള്ള യാത്രകളിൽ അവർ സിറിയയിലേക്കും യമനിലേക്കും എത്തിക്കും. സിറിയയിലും യമനിലും എത്തിച്ചാൽ എന്ത് ചെയ്യും? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കച്ചവടം ചെയ്യാൻ വരുന്ന ആളുകളൊക്കെ അവരെ കാണാൻ കഴിയും. അങ്ങനെ മക്കക്കാർക്ക് ഒരു കണക്ഷൻ അവിടുന്ന് കിട്ടുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അപൂർവ വസ്തുക്കൾ എന്ത് ചെയ്യണം? മക്കയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ള അപൂർവ വസ്തുക്കൾ മക്കയിലേക്ക് കൊണ്ടുവരാനും ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഹാഷിം എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഹാഷിം അതിസമ്പന്നനായി മാറി. ഹാഷിം സ്വന്തമായിട്ടല്ല, മക്കയിലെ ഖുറൈശികളെ അതിസമ്പന്നരാക്കി. സ്വാഭാവികമായിട്ടും അവരുടെ നേതാവ് എന്ന രൂപത്തിൽ ഹാഷിം എന്ത് ചെയ്തു? അതിസമ്പന്നനായി. ഇതാർക്കും ഇഷ്ടമായില്ല. ഹാഷിമിന്റെ സഹോദരൻ അബ്ദു ഷംസിന് ഇഷ്ടമായില്ല. സ്വാഭാവികമാണ്, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കൂടുതൽ പണം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ചില പിന്നെ പ്രയാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇനി ഈ ഹാഷിമിന്റെ വ്യക്തി ജീവിതം നോക്കുകയാണെങ്കിൽ, ഹാഷിം നാം പറഞ്ഞ നേരത്തെ പിന്നെ നല്ല അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. ഒരിക്കൽ ഈ ഹാഷിം യഥീബിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയി. യഥീബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീന. നമ്മൾ പണ്ട് മദീനയുടെ പണ്ടത്തെ പേരാണ് യഥീബ്. ആ യഥീബിൽ ബനൂ നജാർ ഗോത്രത്തിൽ സൽമ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കണ്ടു. അതിസുന്ദരിയായ പെണ്ണാണ്. ആ സ്ത്രീ ആര് കല്യാണം കഴിച്ചു? ഹാഷിം കല്യാണം കഴിച്ച് അവർ ഒരുമിച്ച് ജീവിക്കും. എവിടെ നോക്കി? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം നോക്കാണ്. ഈ ഹാഷിം എവിടേക്ക് പോവുകയാണ്? ലോകത്തിന്റെ എവിടൊക്കെ സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം പോണത്, കല്യാണം കഴിക്കുന്നത് എവിടെയാണ്? മദീനയിലാണ്. അള്ളാഹ്ക്ക് അറിയാം
ഈ ഹാഷിമിന്റെ പരമ്പരയിൽ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് ഹിജറ പോകും. എവിടേക്ക് ഹിജറ പോണത്? യസ്രിബിലേക്ക്, അഥവാ ഇന്നത്തെ മദീനയിലേക്കാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു പോയപ്പോ മക്കയിലെത്തി ആദ്യ 2 ദിവസം റസൂലുള്ളാഹ് താമസിച്ചത് അവിടെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ്. ഈ സ്വഹാബി റസൂലുള്ളാഹിന്റെ ബന്ധുവാണ്. എങ്ങനെ ബന്ധുവാകുന്നത്? ഈ ഒരു രൂപത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ ബന്ധുവാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഹാഷിമ് യസ്രിബിൽ നിന്ന് ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട സൽമ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ഈ സൽമ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഹാഷിം എന്ത് ചെയ്തു? യാത്ര പോയി. സിറിയയിലേക്കാണ് യാത്ര പോണത്. ആ സിറിയയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഫലസ്തീനിലെ ഗസയിൽ വെച്ച് മരണപ്പെട്ടു. ഫലസ്തീനിലെ ഗസയിൽ വെച്ച് ആര് മരണപ്പെടുകയാണ്? ഹാഷിം മരണപ്പെടുകയാണ്. ഇന്നും ഗസയുടെ മറ്റൊരു പേരാണ് ഗസത്ത് ഹാഷിം എന്ന് കാണാൻ കഴിയും. ഗസയില് ഇന്നും ഹാഷിമിന്റെ പേരിൽ ഒരു പള്ളി പോലും നമുക്ക് കാണാൻ കഴിയും. ഹാഷിമിന്റെ മസ്ജിദ് സയ്യിദ് ഹാഷിം എന്ന് പറയുന്ന പള്ളി ഇന്ന് എവിടെ ഉണ്ട്? ഫലസ്തീനിലെ ഗസയിലുണ്ട്. അപ്പൊ ഈ ഫലസ്തീനിലെ ഗസയിൽ വെച്ച് ആര് മരണപ്പെടുകയാണ്? റസൂലുള്ളാഹിന്റെ 3ാമത്തെ പിതാമഹൻ ഹാഷിം മരണപ്പെട്ടു. അപ്പൊ ഈ ഹാഷിമ് മദീനയിൽ ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സൽമ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചതൊന്നും ആർക്കറിയില്ല, മക്കക്കാരായ ആളുകൾക്കറിയില്ല. മരണപ്പെടുന്ന സമയത്ത് ഹാഷിമിന്റെ ഒരു സഹോദരനുണ്ട്, മുത്തലിബ് എന്ന് പറയുന്ന ആള്. അബ്ദുൽ മുത്തലിബ് അല്ല, അദ്ദേഹത്തിന്റെ ശരിക്കും പേര് മുത്തലിബ് എന്നുള്ളതാണ്. ഈ മുത്തലിബ് എന്ന് പറയുന്ന ആളോട് പറഞ്ഞു, എനിക്ക് യസ്രിബിൽ ഒരു ഭാര്യയുണ്ട്, ബനു നജ്ജാർ ഗോത്രത്തിൽ സൽമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവൾ എന്റെ ഭാര്യയാണ്, ഞാൻ വരുന്ന സമയത്ത് അവൾ ഗർഭിണിയാണ്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നീ യസ്രിബിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഹാഷിമിന്റെ മരണത്തിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ മുത്തലിബ് എന്ന് പറയുന്ന, മുത്തലിബ് ആരാണ്? ഹാഷിമിന്റെ സഹോദരനാണ്. ഹാഷിമിന് ഈ മുത്തലിബ് നേരെ മദീനയിലെത്തി. മദീനയിലെത്തിയ സമയത്ത് ഈ സൽമ ആ സമയത്ത് പ്രസവിച്ചിട്ടുണ്ട്. സൽമ പ്രസവിച്ച മകനാണ് അബ്ദുൽ മുത്തലിബ്. സൽമ പ്രസവിച്ച മകനാണ് അബ്ദുൽ മുത്തലിബ്. കുട്ടിയുടെ ശരിക്കും പേര് ഷൈബ എന്നാണ്. അബ്ദുൽ മുത്തലിബിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഷൈബ. പേരിടാനുള്ള കാരണം കുട്ടി ജനിച്ച സമയത്ത് വെള്ള മുടിയാണ്. കുട്ടി ജനിച്ച സമയത്ത് സാധാരണ കുട്ടികൾക്കൊക്കെ കറുത്ത മുടിയൊക്കെ ഉണ്ടാകുക, ഈ കുട്ടിക്ക് വെളുത്ത മുടിയാണ്. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഉമ്മ മകനിട്ടു ഷൈബ എന്ന രൂപത്തിൽ മകന് പേരിട്ടു. ഈ അബ്ദുൽ ഈ മുത്തലിബ് എന്ന് പറയുന്ന ഹാഷിമിന്റെ സഹോദരൻ മദീനയിലെത്തിയപ്പോ ഈ ഷൈബനെ കാണാണ്. ഷൈബനെ കണ്ടപ്പോ ജ്യേഷ്ഠന്റെ എല്ലാ ചായ ആർക്കുണ്ട്? ഷൈബക്കുണ്ട്. അപ്പൊ ഷൈബനോട് സൽമനോട് പറയാണ്, ഉമ്മാനോട് പറയാണ്, നിങ്ങളുടെ മകനെ എന്റെ കൂടെ വിടണം. കാരണം നിങ്ങളുടെ മകന് യതീമല്ല, അല്ലെങ്കിൽ അനാഥനല്ല, അവരെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഇവിടെ ഉണ്ട്, മക്കയിലുണ്ട്. മക്കയിൽ അറിയപ്പെട്ട ഖുറൈശി ഗോത്രത്തിലെ നേതാവിന്റെ മകനാണ് ആര്? നിങ്ങളുടെ മകനെ. ആ മകനെ എന്റെ കൂടെ മക്കയിലേക്ക് പറഞ്ഞയക്കണം. ഉമ്മ പറഞ്ഞു, ഇല്ല, കാരണം എനിക്ക് ആകെ ഉള്ളത് ഇനി ആരാണ്? എന്റെ ഈ ഷൈബ എന്ന് പറയുന്ന മോനാണ്, എന്റെ ഭർത്താവാണ് ഇന്ന് മരണപ്പെട്ടു, അപ്പൊ ഞാൻ വിടൂല എന്ന് പറഞ്ഞു. ഒരുപാട് സമയം ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? സൽമ മനസ്സില്ല, മനസ്സോടെ വിട്ടു. അപ്പൊ ഈ ഷൈബ എന്ന് പറയുന്ന കുട്ടിയെ ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ ഇരുത്തി ഈ ആരാണ് കൊണ്ടുപോകുന്നത്? മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി എവിടേക്ക് കൊണ്ടുപോകാണ്? മക്കയിലേക്ക് കൊണ്ടുപോകുക. മക്കക്കാർക്ക് ഈ വാർത്തയൊന്നും അറിയില്ല. മക്കക്കാർക്ക് ഹാഷിമിന്റെ മോനാണ്, ഹാഷിമ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഹാഷിമിന്റെ മകനെ പിന്നീട് മുത്തലിബ് കൊണ്ടുവരാണെന്നും അറിയില്ല. ഇവരുടെ ധാരണ എന്താണ്? മുത്തലിബ് വേറെ എവിടെ പോയി ഒരു അടിമനെ കൊണ്ടുവന്നു, അതുകൊണ്ട് അവർ വിളിച്ച പേരാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ എന്താണ്? അടിമ. മുത്തലിബിന്റെ അടിമ എന്ന പേര് അദ്ദേഹത്തെ വിളിക്കാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷൈബ എന്നാണ്. പക്ഷെ ആളുകളുടെ ധാരണ അദ്ദേഹം അടിമയാണ്. സാധാരണ അങ്ങാടിയിലൊക്കെ പോണ സമയത്ത് ഈ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? അടിമ ചന്തയിൽ നിന്ന് വാങ്ങി വരും. അപ്പൊ അതേപോലെ ഇവിടുന്ന് വാങ്ങി കൊണ്ടുവന്നതാണ് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? അവർ അദ്ദേഹത്തെ വിളിച്ച പേരാണ് അബ്ദുൽ മുത്തലിബ് എന്നുള്ളത്. ശരിക്കുള്ള പേര് ഷൈബ എന്നായിരുന്നു. ഈ അബ്ദുൽ മുത്തലിബ് പിന്നീട് മക്കയുടെ ഭരണം ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലാണ് പിന്നീട് ഭരണം. ആരാണ് അബ്ദുൽ മുത്തലിബ്? റസൂലുള്ളാഹിന്റെ വല്യുപ്പ, റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്. നമുക്ക് അള്ളാഹിന്റെ ഒരു തീരുമാനം നോക്കുകയാണ്, ഇതിങ്ങനെ എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ഇതിങ്ങനെ കിട്ടണത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും ഖുറൈശികളുടെ പ്രത്യേകതയല്ല. അള്ളാഹു എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ അബ്ദുൽ മുത്തലിബ് ബനു സഹറ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന് ഹാല ബിൻതു റുഹൈബ് എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ഹാല എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. ഹാലയിൽ അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ടായി. ആ 10 മക്കളിൽ
പിന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു മകനാണ് അബ്ദുള്ള. ആരാ അബ്ദുള്ള? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയായ അബ്ദുള്ള. അതിൽ വേറെയും മക്കളുണ്ട്. അബൂ താലിബ്, ഹംസ, അബ്ബാസ്, ആത്തിക, ഉമൈമ, അർവ, ബർറ എന്ന് പറയുന്ന 10ഓളം മക്കളുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയായിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആരെയാണ്? അബ്ദുള്ളയാണ്. അങ്ങനെ ഈ അബ്ദുള്ളയുടെ മകനായി പിന്നീട് ആര് ജനിക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇതിലെ ഈ അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രം തീരുന്നില്ല. അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ആനക്കലഹ സംഭവം. അതേപോലെ തന്നെ സംസം കിണർ ഇപ്പൊ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞില്ലേ, അതെവിടെയാണ് അവര് മൂടിപ്പോയിട്ടാണ്. ഏത് ഭാഗത്താണ് കിണർ, ആ കിണറിന്റെ അടയാളങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. അപ്പൊ ഇതൊക്കെ പിന്നീട് കണ്ടെത്തുന്നതും ഒക്കെ ആരുടെ കാലഘട്ടത്തിലാണ്? അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള വിഷയങ്ങളും കൂടി നമ്മൾ ചേർത്തി മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര എന്നുള്ളതാണ്. ഞാൻ ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാലേ ഇന്നത്തെ വിഷയം നമുക്ക് മനസ്സിലാവുക. കാരണം ഒരുപാട് പേരുകളാണ്, ഒരുപാട് വ്യത്യസ്ത പേരുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ആരെ തെരഞ്ഞെടുത്തു? ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ കിനാനയെ തെരഞ്ഞെടുത്തു. മാഷാ അല്ലാഹ്. കിനാനിന്റെ സന്താന പരമ്പരയിൽ ഖുറൈശ്. ഖുറൈശ് ആരാണ്? ഫിഹ്റിന്റെ മറ്റൊരു പേരാണ്. ആ ഖുറൈശിനെ തെരഞ്ഞെടുത്തു. എന്നാൽ ആ സമയത്തൊന്നും മക്കയുടെ അധികാരം ഖുറൈശികളുടെ കയ്യിലല്ല. ആ അധികാരം ആരുടെ കയ്യിലാണ്? ഹുസാ ഗോത്രത്തിന്റെ കയ്യിലാണ്. ഹുസാ ഗോത്രത്തിൽ നിന്ന് മക്കയുടെ അധികാരം ഖുറൈശികൾക്ക് ലഭിക്കുന്നത് ആരിലൂടെയാണ്? ഖുസൈയിലൂടെയാണ്. ഖുസൈൻ എങ്ങനെ കിട്ടുന്നത്? ഖുസൈയെ ഹുസാ ഗോത്രത്തിലെ തലവനായ ഹുദൈലിന്റെ മകൻ ഹുബയെ കല്യാണം കഴിച്ചു. അയാളുടെ മരണത്തിന് ശേഷം അധികാരം പിന്നീട് ഖുസൈന്. കാരണം ഈ ഹുദൈലിന്റെ ആൺകുട്ടികൾക്ക് ഒരു ഭരണ കഴിവൊന്നുമില്ല, ഭരണാധികാരിയാകാനുള്ള കഴിവില്ല. എന്നാൽ അതിൽ കഴിവുള്ളതാരാ? മകളുടെ ഭർത്താവായ മരുമകനായ ഖുസൈനാണ്. ഖുസൈന് ലഭിച്ചു. ഖുസൈന്റെ കാലത്തിന് ശേഷം അബ്ദു മനാഫിന് കിട്ടി. അബ്ദു മനാഫിന്റെ കാലത്തിന് ശേഷം ഹാഷിമിന് കിട്ടി. മക്കയിൽ ഖുറൈശികൾക്ക് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്നത് ഈ ഹാഷിമാണ്. ഈ ഹാഷിമ് പിന്നീട് മദീനയിൽ ബനു നജ്ജാർ ഗോത്രത്തിലെ സൽമാൻ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അദ്ദേഹം ഫലസ്തീനിലെ ഗസയിൽ വെച്ച് മരണപ്പെട്ടു. ഫലസ്തീനിലെ ഗസയിൽ മരണപ്പെട്ട് ഈ ഹാഷിമിന്റെ മകൻ ഷെയ്ബയെ മുത്തലിബ് പോയിട്ട് എന്ത് ചെയ്തു? മക്കയിലേക്ക് കൊണ്ടുവന്നു. മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആളുകളുടെ ധാരണ എന്താണ്? ഇത് മുത്തലിബിന്റെ അടിമയാണ്. കാരണം ഹാഷിമിന്റെ സഹോദരൻ മുത്തലിബിന്റെ അടിമയാണെന്ന് കരുതി അവരെ വിളിച്ചു അബ്ദുൽ മുത്തലിബ്. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഷെയ്ബ എന്നാണ്. പിന്നീട് ഈ അബ്ദുൽ മുത്തലിബ് ബനു സഹറ ഗോത്രത്തിലെ ഹാല എന്ന് പറയുന്ന മഹദിയെ കല്യാണം കഴിച്ച് അവരിൽ 10 മക്കൾ ഉണ്ടായി. ആ 10 മക്കളിൽ ഒരു മകനാണ് ആര്? അബ്ദുള്ള. ഈ അബ്ദുള്ളയുടെ ചരിത്രങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിനയെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. റസൂലുള്ളാഹിന്റെ വല്യുപ്പ അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. എന്ന് കുറച്ച് വിശദീകരിച്ചത് കൂടുതൽ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇവിടെ ചരിത്രമൊന്നും പറയാതിരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാലേ, സ്വാഭാവികമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കേട്ടുപോകാൻ നല്ല രസമാണ്. പക്ഷെ അത് നല്ല രൂപത്തിൽ കേട്ടി ശ്രദ്ധിച്ചിരുന്നാലേ ആ ചരിത്രം നമുക്ക് കിട്ടുള്ളൂ. വെറുതെ കഥ കേട്ടുപോകുക എന്നതിനപ്പുറമായിക്കൊണ്ട് ഇവരുടെ കഥകളിൽ ലഭിക്കുന്ന ഗുണപാഠങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.